ഹായ് എവ്രി വൺ. നമ്മളിന്ന് തേർഡ് സെം സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ സെക്കൻഡ് സെം കഴിഞ്ഞ് നമ്മൾ തേർഡ് സെം സ്റ്റാർട്ട് ചെയ്യാണ്. തേർഡ് സെമ്മിൽ നമുക്ക് കോറായിട്ട് 5 പേപ്പേഴ്സാണുള്ളത്. നമുക്ക് ലാംഗ്വേജ് പേപ്പേഴ്സ് ഉണ്ടായിരിക്കില്ല. നമുക്ക് കോറായിട്ട് 5 പേപ്പേഴ്സാണുള്ളത്. അതിൽ വൺ ഓഫ് ദ പേപ്പറാണ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്. നമ്മുടെ അക്കൗണ്ടിങ് പേപ്പറാണ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്. പ്രോബ്ലം പേപ്പറാണ്. കുറച്ച് തിയറിയും കുറച്ച് പ്രോബ്ലം, അങ്ങനെയാണ് ഈ ഒരു പേപ്പർ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പേപ്പർ നമ്മുടെ തേർഡ് സെമ്മിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള കാരണം, അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു ഹെൽപ്പ് ദ സ്റ്റുഡൻസ് ടു അക്വയർ കോൺസെപ്ച്വൽ നോളജ് ഓഫ് ദ ഫണ്ടമെൻ്റൽസ് ഓഫ് ദ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആൻഡ് ദ ടെക്നിക്സ് ഓഫ് പ്രിപ്പയറിംഗ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. കുട്ടികളുടെ ഇടയിൽ ഈ ഒരു കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഫണ്ടമെൻ്റൽസ്, അതിൻ്റെ ബേസ് പഠിപ്പിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ എങ്ങനെ ഒരു കോർപ്പറേറ്റുകൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെ ടെക്നിക്സ് ഉപയോഗിച്ചിട്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഒബ്ജക്റ്റീവ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സബ്ജക്റ്റ് തേർഡ് സെമ്മിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഫണ്ടമെൻ്റൽസ് ആയിട്ടുള്ള ബേസായ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ പഠിക്കുന്നത്. ഈ ഒരു പേപ്പറിനെ നമുക്ക് 5 മൊഡ്യൂൾസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3, മൊഡ്യൂൾ 4 ആൻഡ് മൊഡ്യൂൾ 5. മൊഡ്യൂൾ 1 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. നമ്മൾ കഴിഞ്ഞ സെക്കൻഡ് സെമ്മിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സിനെ കുറിച്ചിട്ടാണ്. എങ്ങനെ ഒരു ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യണം, ഇതിൻ്റെ മെത്തേഡ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ സെമ്മിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഈ ഒരു സെമ്മിൽ നമുക്ക് പഠിക്കുന്നത് അതിൻ്റെ റിഡംഷനാണ്, റീപേയ്മെൻ്റ് ആണ് നമ്മൾ നടത്തുന്നത്. റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്, അതിൽ തന്നെ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്, ദെൻ ബോണസ് ഷെയർസ്, ബൈബാക്ക് ഓഫ് ഷെയർസ്, റൈറ്റ് ഇഷ്യൂ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ മൊഡ്യൂൾ 1 ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഡിബഞ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇറ്റ്സ് ആൻ ആക്നോളജ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ് ഇഷ്യൂഡ് ബൈ ദ കമ്പനി അണ്ടർ ഇറ്റ്സ് കോമൺ സീൽ. കമ്പനിയുടെ കോമൺ സീലിൽ ഇഷ്യൂ ചെയ്യുന്ന ആക്നോളജ്മെൻറ്റ് ഓഫ് ഡെപ്റ്റാണ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. ഈ ഡിബഞ്ചറിൻ്റെ റിഡംഷൻ എങ്ങനെയാണ് നമ്മൾ നടത്തുന്നത്, ഡിബഞ്ചറിൻ്റെ റിഡംഷൻ്റെ മീനിങ് എന്താണ്, അതേപോലെ തന്നെ റൈറ്റ് ഓഫ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ആൻഡ് ലോസ് ഓഫ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, methods of redemption, annual drawings out of profit and capital, debenture redemption reserve, lump sum payment, sinking fund and insurance policy, purchase of own debentures for cancellation, investment and reissue, interest and cum interest, redemption by conversion, journal entries. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡിബഞ്ചേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നോക്കുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ തന്നെ രണ്ടാമത്തെ പാർട്ടാണ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. പ്രിഫറൻസ് ഷെയർസ് റിഡംഷൻ, നമ്മൾ പ്രിഫറൻസ് ഷെയർസിൻ്റെ ഇഷ്യൂ കഴിഞ്ഞ് സെക്കൻഡ് സെമ്മിൽ നോക്കി. അതിൻ്റെ പ്രിഫറൻസ് ഷെയർസിൻ്റെ റിഡംഷൻ ആണ് നമ്മൾ നോക്കുന്നത്. അതിൽ പ്രൊവിഷൻ ഫോർ റിഡംഷൻ, സോഴ്സ് യൂസ്ഡ് ഫോർ റിഡംഷൻ, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്, ജേണൽ എൻട്രീസ്, ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ പാർട്ടിൽ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞിട്ടുള്ള പോർഷനിൽ നോക്കുന്നത്. ഇനി ബോണസ് ഷെയർസ്, എംപ്ലോയീസിനോ അല്ലെങ്കിൽ അവിടുത്തെ ഡയറക്ടേഴ്സിനോ കൊടുക്കുന്ന ഷെയർസാണ് ബോണസ് ഷെയർസ് എന്ന് പറയുന്നത്. അതിൽ ക്യാഷ് ബോണസ്, ദെൻ ക്യാപിറ്റൽ ബോണസ്, പ്രൊവിഷൻ ഫോർ ദ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ്, സോഴ്സ് ഓഫ് ബോണസ് ഇഷ്യൂ, അഡ്വാൻറ്റേജസ് ഓഫ് ബോണസ് ഇഷ്യൂ, ജേണൽ എൻട്രീസ്, ഇങ്ങനെയുള്ള ഭാഗമാണ് നമ്മൾ തേർഡ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ബൈബാക്ക് ഓഫ് ഷെയർസ്. നമ്മൾ ഷെയർസ് തിരിച്ചു വാങ്ങുന്നതിനെയാണ് ബൈബാക്ക് ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ബൈബാക്ക് ഓഫ് ഷെയർസ് എന്താണ് അതിൻ്റെ മീനിങ്, അതേപോലെ തന്നെ പ്രൊവിഷൻ ഫോർ ഇഷ്യൂ, ദെൻ സോഴ്സ് ഓഫ് ബൈബാക്ക്, അഡ്വാൻറ്റേജസ് ഓഫ് ബൈബാക്ക്, ബുക്ക് ബിൽഡിംഗ്, ജേണൽ എൻട്രീസ്. ഇനി അടുത്ത പാർട്ട് എന്ന് പറയുന്നത് റൈറ്റ് ഇഷ്യൂ. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഷെയർസിനെയാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. ഈ റൈറ്റ് ഇഷ്യൂവിൻ്റെ പ്രീഎംഷൻ എന്താണ്, കാൽക്കുലേഷൻ ഓഫ് വാല്യൂ ഓഫ് റൈറ്റ്, വാല്യൂ ഓഫ് റൈറ്റ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ ഡിസ്കസ് ചെയ്യുന്നത് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്, ബോണസ് ഷെയർസ്, ബൈബാക്ക് ഓഫ് ഷെയർസ്, റൈറ്റ് ഇഷ്യൂ. ഇനി നമുക്ക് രണ്ടാമത്തെ മൊഡ്യൂളിൽ നോക്കാം.
രണ്ടാമത്തെ മൊഡ്യൂളിൽ നമ്മൾ നോക്കുന്നത് ബാങ്കിങ് കമ്പനീസ് ഏതൊക്കെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു ബാങ്കിങ് കമ്പനി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ നോക്കുന്നത്. അതിൽ ബാങ്കിങ് കമ്പനീസിൻ്റെ ബാങ്കിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കുന്നുണ്ട്. അതേപോലെ സ്ലിപ്പ് സിസ്റ്റം ഫോർ ലെഡ്ജർ പോസ്റ്റിംഗ്, ദെൻ ഇമ്പോർട്ടൻറ്റ് ടേം യൂസ്ഡ് ബാങ്കിൽ യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ ടേംസും കാര്യങ്ങളും നോക്കുന്നുണ്ട്. ദെൻ റവന്യൂ റെക്കഗ്നിഷൻ ഇൻ ബാങ്ക്സ്, റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് വിത്ത് പ്രോബ്ലംസ്, അതിൻ്റെ കൂടെ ആ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് ഉണ്ട്, അതിൻ്റെ പ്രോബ്ലം കൂടി നമുക്ക് നോക്കാനുണ്ട്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് വിത്ത് പ്രോബ്ലംസ്, നോൺ പെർഫോമിംഗ് അസറ്റ് NPA എന്താണ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, പ്രൊവിഷൻ ഫോർ NPA, അതിൻ്റെ പ്രോബ്ലം ഉണ്ട്, ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ് കമ്പനീസ് ഇൻ ദ ന്യൂ ഫോം, പ്രാക്ടിക്കൽ പ്രോബ്ലംസ്. ഇതാണ് നമ്മൾ ബാങ്കിങ് കമ്പനീസ്. രണ്ടാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ബാങ്കിങ് കമ്പനീസ് ആണ്. ബാങ്കിങ് കമ്പനീസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആസ്പെക്റ്റും നമ്മൾ രണ്ടാമത്തെ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ മൂന്നാമത്തെ മൊഡ്യൂളിൽ പറയുന്നത് അക്കൗണ്ട്സ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് കമ്പനീസ്. ലൈഫ് ഇൻഷുറൻസ് LICയുടെ അക്കൗണ്ട്സ്, LIC ഏതൊക്കെ അക്കൗണ്ട്സ് ആണ് പ്രിപ്പയർ ചെയ്യുന്നുള്ളതെന്നാണ് നോക്കുന്നത്. അതിൽ മീനിങ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് മീനിങ്, ദെൻ അതിൻ്റെ ഫീച്ചേഴ്സ്, ടൈപ്സ് ഓഫ് ലൈഫ് ഇൻഷുറൻസ്, ദെൻ ഇമ്പോർട്ടൻറ്റ് ടേംസ് യൂസ്ഡ്, അഡ്ജസ്റ്റിംഗ് എൻട്രീസ്, കാൽക്കുലേഷൻ ഓഫ് ലൈഫ് ഫണ്ട് വിത്ത് പ്രോബ്ലംസ്, ഡിറ്റർമിനേഷൻ ഓഫ് പ്രോഫിറ്റ് ഓഫ് ലൈഫ് ബിസിനസ് ആൻഡ് നെറ്റ് ബോണസ് പേയബിൾ, അതിൻ്റെ പ്രോബ്ലംസ്, ദെൻ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് ലൈഫ് ബിസിനസ് ഇൻ ദ ന്യൂ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കുറച്ച് പ്രാക്ടിക്കൽ പ്രോബ്ലംസും കൂടി നമുക്ക് ഈ ഒരു ലൈഫ് ഇൻഷുറൻസ് കമ്പനിയിൽ ചെയ്യാനുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മൂന്നാമത്തെ മൊഡ്യൂളിൽ നോക്കുന്നത്, ലൈഫ് ഇൻഷുറൻസിൻ്റെ അക്കൗണ്ട്സ്. ഇനി നാലാമത്തെ മൊഡ്യൂളിൽ നോക്കുന്നത് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അക്കോർഡിംഗ് ടു ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 110 പ്രകാരം ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 110 പ്രകാരമുള്ള കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കുന്നുണ്ട്. Then group companies and group structures need for consolidation. Calculation of pre-acquisition calculation profit, post-acquisition profit. Then calculation of non-controlling interest, calculation of cost of control, goodwill or capital reserve. Then preparation of consolidated balance sheet without adjustment, simple problems. നമ്മൾ ഈ ഒരു കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ മൊഡ്യൂൾ 4 നോക്കുന്നത്. അതിൽ നമുക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാത്ത സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഈ ഒരു നാലാമത്തെ മൊഡ്യൂളിൽ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ബാലൻസ് ഷീറ്റ്, അതിൻ്റെ സിമ്പിളായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാത്ത സിമ്പിൾ പ്രോബ്ലംസ് ആണ് നമ്മൾ നാലാമത്തെ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നാലാമത്തെ മൊഡ്യൂളായി. ഈ നെക്സ്റ്റ് മൊഡ്യൂളാണ് ഫിഫ്ത്ത് മൊഡ്യൂളിൽ നോക്കുന്നത് ഇമ്പോർട്ടൻറ്റ് ഡിസ്ക്ലോഷ്യർ ബേസ്ഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബേസ്ഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസ്ക്ലോഷ്യേഴ്സ് ഉണ്ട്, അത് നമ്മൾ നോക്കുന്നുണ്ട്. ദെൻ ഏർണിംഗ് പെർ ഷെയർ EPS ഏർണിംഗ് പെർ ഷെയർ അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. രണ്ട് തരത്തിലുള്ള EPS ഉണ്ട്, ബേസിക് EPS ഉണ്ട്, ഡൈല്യൂട്ടഡ് EPS ഉണ്ട്. ദെൻ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 33 പ്രകാരമാണ് EPS ഉള്ളത്. ദെൻ സെഗ്മെൻറ്റ് റിപ്പോർട്ടിംഗ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 108, ഈവൻറ്റ്സ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരിയഡ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 10, റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 24, ചേഞ്ചസ് ഇൻ അക്കൗണ്ടിംഗ് പോളിസീസ്, അക്കൗണ്ടിംഗ് എസ്റ്റിമേറ്റ്സ് ആൻഡ് എറേഴ്സ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 8, ഇൻറ്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 34. നമ്മൾ ഈ മൊഡ്യൂൾ 5 ചില അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, അതായത് നമ്മൾ IFRS കഴിഞ്ഞ സെക്കൻഡ് മൊഡ്യൂളിൽ IFRS നോക്കി, അതിൽ നിന്നുള്ള ചില അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നുണ്ട്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 33, 108, 24, 10, 8, 34 ഇങ്ങനെയുള്ള ചില അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡാണ് നമ്മൾ മൊഡ്യൂൾ 5 ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മൊഡ്യൂൾസ്, മൊഡ്യൂൾ 1, 2, 3, 4 ആൻഡ് 5. കോർപ്പറേറ്റ് അക്കൗണ്ടിങ് പ്രോബ്ലം പേപ്പറാണ്. നമുക്ക് പ്രോബ്ലം ഒരുപാട് ചെയ്യാനായിട്ടുണ്ട് ഈ ഒരു പേപ്പറിൽ. അപ്പോൾ ഓക്കെ, താങ്ക് യു.